പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാനുള്ള തീരുമാനമൊക്കെ എടുത്തെങ്കിലും മോദിയുടെയും അമിത്ഷായുടെയും മുട്ടുവിറയ്ക്കുകയാണ്. അതിൻ്റെ തെളിവാണ് ഡൽഹിയിലെ ഷഹീൻ ബാഗിലെ തെരുവുകളിലും അവിടേക്കുള്ള പ്രവേശന മാർഗങ്ങളിലുമൊക്കെ നിലയുറപ്പിച്ചിരിക്കുന്ന ഷായുടെ പോലീസും പട്ടാളവും. ഒരു യുദ്ധം വരുന്നു എന്നുള്ള പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് ആയുധങ്ങളുമായി പോലീസുകാരും പട്ടാളവും നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഡൽഹിയിലാകെ അതുണ്ട്. പക്ഷേ ഇക്കുറി പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധം ഏതെങ്കിലും ഒരു ഷഹീൻ ബാഗിൽ നിന്നായിരിക്കില്ല ഉണ്ടാവുന്നത്. ആ പ്രതിഷേധം ഒരു കടൽ പോലെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരേ സമയം അലയടിച്ചുയരും. അതിൻ്റെ സൂചനകളാണ് ഈ CAA നിയമം നടപ്പിലാക്കാനുള്ള ഉത്തരവ് പുറത്തു വന്ന ഉടനെ തന്നെ ആ രാത്രിയിൽ തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായത്. BJP കരുതുന്നത് ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ് ഇലക്ടറൽ ബോണ്ട് സ്കാം, ആ തട്ടിപ്പ് മറച്ചു വയ്ക്കാൻ CAA ഒരായുധമാക്കി കളയാമെന്നുള്ളത് കൊണ്ടാണ് തിടുക്കപ്പെട്ട് സുപ്രീം കോടതിയുടെ ഇലക്ടറൽ ബോണ്ടിനെതിരായ SBIക്കെതിരായ വിധി വന്നതിന് തൊട്ടു പിന്നാലെ അത് നിയമമാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തു വന്നത്. ഏത് അവസരത്തിൽ അത് ഉപയോഗിക്കണം എന്നതിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. 4 വർഷം മുമ്പ് പാർലമെൻറ്റ് പാസാക്കിയ ഒരു നിയമം നടപ്പിലാക്കാൻ ഇത്രയും നാൾ അവർ കാത്തിരുന്നത് തങ്ങൾക്കെതിരായി എപ്പോഴാണോ ഒരു പ്രതിസന്ധി ഉണ്ടായി വരുന്നത് അപ്പോൾ അത് ഉപയോഗിക്കാം. അതാണിപ്പോൾ ചെയ്തത്. BJP ഇവിടെ ലക്ഷ്യമിടുന്നത് ഈ CAA വരുമ്പോൾ ഹിന്ദുക്കളുടെ ഏകീകരണം ഉണ്ടാകും എന്നൊക്കെ നമ്മൾ ഒരു വശത്ത് രാഷ്ട്രീയമായി പറയുമ്പോഴും തങ്ങൾക്ക് നേരെ ഉയർന്നിരിക്കുന്ന ഇലക്ടറൽ ബോണ്ട് എന്ന ആ വലിയ ആപത്ത്, അതുണ്ടാക്കിയേക്കാവുന്ന നാണക്കേട്, അതിനെ മറികടക്കാൻ CAA ഒരായുധമാക്കുന്നു. അപ്പോൾ CAAക്കെതിരായി ഉയർന്നു വന്നേക്കാവുന്ന പ്രതിഷേധങ്ങൾ, ആ പ്രതിഷേധങ്ങൾക്ക് വേറൊരു ഗതി ഉണ്ടാകാതിരിക്കണം, മറ്റൊരു ഷഹീൻ ബാഗ് ഉണ്ടാകാതിരിക്കണം എന്നൊക്കെ BJP നേതൃത്വം ആഗ്രഹിക്കുന്നുണ്ട്. ഇനി പ്രതിഷേധങ്ങൾ, ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങൾ ചിലയിടങ്ങളിൽ ഉണ്ടായാൽ അതിനെ അടിച്ചമർത്താം. ആ അടിച്ചമർത്തൽ മറ്റൊരു തരത്തിൽ ചർച്ചകളെ വഴിതിരിച്ചു വിടുന്നതിന് കാരണമാകുമെന്നും BJP കണക്ക് കൂട്ടുന്നുണ്ട്. അപ്പോൾ ഹിന്ദുക്കളുടെ വോട്ട് ഏകീകരണം ഒരു വശത്ത്, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലാണല്ലോ അവർ ഈ ലക്ഷ്യമിടുന്നതെല്ലാം. BJPക്ക് അറിയാം അവരുടെ അവസ്ഥ അത്ര നല്ലതൊന്നുമല്ല. അതിനിടയിലാണ് ഈ ഇലക്ടറൽ ബോണ്ട് വിഷയം വരുന്നത്. അപ്പോൾ പ്രതിരോധത്തിലായിപ്പോയ BJPക്ക് പിടിച്ചു നിൽക്കാൻ ഒരു ആയുധം എന്നുള്ള നിലയിലാണ് CAA. അതുകൊണ്ടാണ് CAAക്കെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനുള്ള മുൻകൂട്ടി തയ്യാറെടുപ്പുകൾ. പക്ഷേ ആ തയ്യാറെടുപ്പുകൾ വെറുതെ ആകുമെന്ന് തന്നെ എഴുതി വച്ചോളൂ. ഷഹീൻ ബാഗ് കഴിഞ്ഞ പൗരത്വ പ്രക്ഷോഭകാലത്ത് ഈ രാജ്യത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായിരുന്നു. അത് തന്നെയായിരുന്നു പ്രഭവ കേന്ദ്രം. അവിടെ കേന്ദ്രീകരിച്ചായിരുന്നു ഈ രാജ്യത്തിൻ്റെ ചർച്ചകളെല്ലാം മുന്നോട്ട് പോയിരുന്നത്. അവിടുത്തെ അമ്മമാരും പെങ്ങന്മാരും കുഞ്ഞുങ്ങളും ഈ രാജ്യത്തിൻ്റെ ശോഭനമായ മതേതരത്വത്തെ നിലനിർത്തുന്നതിന് വേണ്ടി നടത്തിയ പോരാട്ടത്തെ ഈ രാജ്യം മുഴുവൻ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചതാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ. ഷഹീൻ ബാഗിൽ എത്ര പട്ടാളത്തെ ഇറക്കിയാലും, ആകാശത്തും കരയിലും പട്ടാളം ഇങ്ങനെ നിരന്തരം റോന്തു ചുറ്റിക്കൊണ്ടേയിരുന്നാലും ഈ രാജ്യത്തിൻ്റെ മതേതരത്വം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള, ജനാധിപത്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അമ്മമാരുടെയും പെങ്ങന്മാരുടെയും പോരാട്ടം ഈ രാജ്യത്തിൻ്റെ തെരുവുകളിൽ ഉണ്ടാകും എന്നുള്ളതിൻ്റെ സൂചന കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ഉണ്ടായില്ലേ? ആളെണ്ണമല്ല, തെരുവിലിറങ്ങാൻ തൻ്റെ ഇടത്തോടുകൂടി BJPയോട് പക്ഷപാതപരമായ ഒരു നിയമം കൊണ്ടുവരുന്നതിനെ ചോദ്യം ചെയ്യാൻ ആളുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനം. ആ സമരത്തിൻ്റെ വ്യാപ്തി മറ്റൊരു തരത്തിൽ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ BJPക്ക് ദോഷകരമായി തന്നെ ബാധിക്കും, ഒരു സംശയവുമില്ല. ഉത്തരേന്ത്യയിലും BJPയുടെ നില പരിതാപകരമാണ് എന്ന അവസ്ഥ ഇപ്പോൾ നിലനിൽക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെയുള്ള ഒരു മഹാ തരംഗമൊന്നും BJPക്ക് അനുകൂലമായി ഉത്തരേന്ത്യയിൽ ഉണ്ടാകില്ല എന്ന് 100% ഉറപ്പ്. ഇപ്പോൾ കോൺഗ്രസിൽ നിന്നൊക്കെ ആളുകൾ കൊഴിഞ്ഞ് BJPയിൽ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന അവസരത്തിൽ തന്നെ 2 സിറ്റിംഗ് MPമാർ ഹരിയാനയിലും രാജസ്ഥാനിലും BJP വിട്ട് കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു. മറ്റൊരു MP കൂടി കോൺഗ്രസിൽ ചേരാൻ രാജസ്ഥാനിൽ തയ്യാറായിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസിൽ നിന്ന് അപ്പുറത്തേക്ക് വിട്ടുപോകുന്നവരുടെ കണക്ക് ഈ ഗോദി മീഡിയ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നു. തിരിച്ച് സംഭവിക്കുന്നത് അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രം. കഴിഞ്ഞ ദിവസം ബീഹാറിൽ BJPയുടെ ഒരു മുൻ MLAയും അദ്ദേഹത്തിൻ്റെ 100 കണക്കിന് അനുയായികൾ BJPയിൽ ചേർന്നു. ഒഡീഷയിൽ ഒരു BJD മുൻ MLA
കോൺഗ്രസിൽ ചേർന്നു. അദ്ദേഹം അവിടെ വലിയ സ്വാധീനമുള്ള ഒരു നേതാവാണ്. അപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങൾ പലയിടങ്ങളിലും സംഭവിക്കുന്നുണ്ട്. അതൊന്നും പുറത്തു വരുന്നില്ല. എന്തായാലും BJP ഇപ്പോൾ ഭയക്കുന്നത് ഈ CAA പ്രക്ഷോഭം തങ്ങൾക്ക് എതിരായ വികാരമായി മാറുന്നതിനപ്പുറം ഇലക്ടറൽ ബോണ്ട് ഒരു കാരണവശാലും ചർച്ചയായി മാറരുത് എന്നുള്ളതാണ്. അപ്പോൾ CAA പേരിൽ നിരന്തരമായി ചർച്ചകൾ ഇനി ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക. ഇപ്പോൾ ഷഹീൻ ബാഗിലേക്ക് പോലീസിനെ അയക്കുന്നതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ്. അവിടെ ആളുകൾ ഒന്ന് തെരുവിലിറങ്ങിയാൽ അവരെ മർദ്ദിക്കുന്നതിന് പോലീസുകാരെ തന്നെ നിയോഗിക്കും. ഡൽഹി പോലീസാണെങ്കിൽ അമിത്ഷായുടെ ഏറാൻ മൂളികളായി എന്തൊക്കെയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കാട്ടിക്കൂട്ടിയത് എന്ന് ഈ നാട് കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് സംഘികൾക്ക് അഴിഞ്ഞാടാൻ അവസരമുണ്ടാക്കി കൊടുക്കുകയും മാന്യമായി സമരം ചെയ്യുന്ന മനുഷ്യരെ മൃഗീയമായി വേട്ടയാടുകയും ചെയ്യുന്ന ഡൽഹി പോലീസിനെ ഉപയോഗിച്ച് എന്തു ഹീനകൃത്യവും ഇവർ ചെയ്യാൻ മടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഷഹീൻ ബാഗിനെ BJP ഫോക്കസ് ചെയ്യുമ്പോൾ, അമിത്ഷായും നരേന്ദ്രമോദിയും ഫോക്കസ് ചെയ്യുമ്പോൾ മറ്റൊരു ഷഹീൻ ബാഗ് ഉണ്ടാകാതിരിക്കാൻ, ഇനി ഷഹീൻ ബാഗ് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അതിനെ അടിച്ചമർത്താൻ അവർ നീക്കങ്ങൾ നടത്തുമ്പോൾ, ഷഹീൻ ബാഗുകൾ യഥാർത്ഥ ഷഹീൻ ബാഗിൽ മാത്രമല്ല ഉണ്ടാകാൻ പോകുന്നത് എന്ന സൂചനയാണ് ഈ രാജ്യം നൽകുന്നത്. തമിഴ്നാടും കേരളവും ഒക്കെ അവരുടെ വികാരം കൃത്യമായി പറഞ്ഞു. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും അക്കാര്യം പറഞ്ഞു. വിവരമുള്ളവരൊക്കെ ഒരു മതത്തെ അകറ്റി നിർത്തി മതത്തിൻ്റെ പേരിൽ രാജ്യത്ത് പൗരത്വം നടപ്പിലാക്കാനുള്ള ഒരു നിയമത്തിനെതിരെ പോരാടുന്നു. ഇന്ത്യക്കകത്തുള്ളവരെ ബാധിക്കില്ല എന്നൊക്കെ കേന്ദ്ര സർക്കാർ പറയുമ്പോഴും നാം കാണേണ്ടത് എത്ര ഭരണഘടനയോട് അനുഭാവമുള്ള മനുഷ്യർ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടന ഒരിക്കലും മതാധിഷ്ഠിതമായി പൗരത്വം കൊടുക്കണമെന്ന് പറയുന്നില്ല. ശ്രീലങ്കയിലെ തമിഴ് വംശജരെ ഇവർ പരിഗണിക്കുന്നുണ്ടോ? ന്യൂനപക്ഷങ്ങളായ മുസ്ലിം സമുദായമുള്ള രാജ്യങ്ങളിലെ ആളുകളെ അവർ പരിഗണിക്കുന്നുണ്ടോ? ഇല്ല. മുസ്ലിങ്ങളെ അപ്പാടെ മാറ്റി നിർത്തിയിരിക്കുന്നു. തമിഴ് വംശജരെ അപ്പാടെ മാറ്റി നിർത്തിയിരിക്കുന്നു. 3 രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ മതി എന്ന് പറയുന്നു. അങ്ങനെ 3 രാജ്യങ്ങൾക്ക് വേണ്ടി മാത്രം, ആ 3 രാജ്യങ്ങളിലെ മുസ്ലിങ്ങളല്ലാത്ത പൗരന്മാർക്ക് മാത്രം പൗരത്വം കൊടുക്കുക എന്ന നിലപാട് സ്വീകരിക്കുന്നതിനെയാണ് ഭരണഘടന ചൂണ്ടിക്കാട്ടി വിവരമുള്ളവർ എതിർക്കുന്നത്. ഒരിക്കലും ഈ നാടിന് അംഗീകരിക്കാൻ കഴിയാത്തത്. അത്തരമൊരു നിയമം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ BJP ഏറ്റവും വലിയ തട്ടിപ്പിൽ പിടികൂടപ്പെടാൻ പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ അതിനെ ഈ രാജ്യം ഒറ്റക്കെട്ടായി എതിർക്കും എന്നതിൻ്റെ സൂചന പുറത്തു വരുമ്പോൾ പട്ടാളത്തെയും പോലീസിനെയും നിരന്തരമായി ഇറക്കി വേട്ടയാടാനുള്ള ശ്രമം നടത്തുന്നു. ഇപ്പോൾ അസമിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നു, ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്നു. അസമിൽ അത്തരത്തിൽ പ്രതിഷേധങ്ങൾ നടന്നാൽ അടിച്ചമർത്തിക്കളയുമെന്ന് സംഘീയായ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറയുന്നു. അപ്പോൾ BJP ലക്ഷ്യമിടുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ ഇത്തരത്തിൽ പൗരത്വ പ്രക്ഷോഭം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെതിരായി കണ്ണുമടച്ച് വേട്ടയാടലുകൾ നടത്തുക. കാരണം ഈ പൗരത്വ പ്രക്ഷോഭം എന്ന വിഷയത്തെക്കാൾ BJPയെ ബാധിക്കാൻ പോകുന്ന കൊടിയ വിഷം അത് ഇലക്ടറൽ ബോണ്ടിൻ്റെ പേരിൽ അവരുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുകയാണ്. അത് ദേഹത്തെങ്ങാനും വീണാൽ BJP അപ്പോൾ തീരും.